ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് സനൽകുമാരർ ഋതുരാജാവിന് നൽകിയ ഉപദേശം എന്നതിനെക്കുറിച്ചാണ്. ശ്രീമദ് ഭാഗവതത്തിൽ സനൽകുമാരൻ ഋതു മഹാരാജാവിന് നൽകിയ ഉപദേശം വളരെ ഗഹനമായ ഭക്തിയും ആത്മജ്ഞാനവും കുറിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തിയാണ് മോക്ഷത്തിൻ്റെ മാർഗം. ലോകത്തിലെ രാജ്യം, സമ്പത്ത്, പദവി എന്നിവയെല്ലാം താൽക്കാലികമാണ്. എന്നാൽ വിഷ്ണുഭക്തി മാത്രമാണ് ശാശ്വതമായ സന്തോഷം നൽകുന്നത്. ശരീരം താൽക്കാലികം, ആത്മാവിന് ശാശ്വതം മനുഷ്യ ശരീരമല്ല, ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവിനെ തിരിച്ചറിയാൻ ശ്രമിക്കണം. അഹങ്കാരവും ഇന്ദ്രിയശക്തിയും ഉപേക്ഷിക്കുക. ഞാൻ, എൻ്റെ എന്ന അഹങ്കാരം മോക്ഷത്തിന് തടസ്സമാണ്. വിനയത്തോടെ ജീവിക്കണം. സത്സംഗവും ഭഗവത് കഥാശ്രവണവും അനിവാര്യമാണ്. സന്മാർഗത്തിലുള്ള മഹാത്മാക്കളെ സേവിക്കുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ചെയ്യുന്നത് മനസ്സിനെ ശുദ്ധമാക്കും. ഭഗവാനിൽ മനസ്സ് സ്ഥിരമാക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സ് നിർത്തിയാൽ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, ഭഗവാനിൽ ഭക്തിയോടെ അഹങ്കാരം വിട്ട് ആത്മജ്ഞാനം നേടുമ്പോൾ മാത്രമാണ് മനുഷ്യൻ യഥാർത്ഥ മോക്ഷം പ്രാപിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.